അപ്പോൾ ഈ കോൺക്രീറ്റ് ലൂസാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കോൺക്രീറ്റ് സ്ട്രോങ് അല്ലെങ്കിൽ എന്തായിരിക്കും? ഈ ബീം ഉപയോഗിച്ച് ഒരു ബിൽഡിംഗ് താങ്ങി നിർത്തുകയാണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ബിൽഡിംഗ് സ്വയം ആ ബീം സ്വയം നിൽക്കണമെന്ന് വയ്ക്കുക. ഈ കോൺക്രീറ്റ് ദുർബലമാണ്, കോൺക്രീറ്റ് സ്ട്രോങ് അല്ലെങ്കിൽ അതിൻ്റെ ഭാരം മുഴുവൻ കമ്പിക്ക് വരും. കോൺക്രീറ്റ് വളയാൻ തുടങ്ങും, കമ്പി പൊട്ടും. അല്ലെങ്കിൽ കോൺക്രീറ്റ് ദ്രവിച്ച് പോയി എന്ന് വയ്ക്കുക. ചിലപ്പോൾ നമുക്കറിയാം മഴയും കാറ്റൊക്കെ കൊണ്ട് അത് ദ്രവിച്ചൊക്കെ പോകും. അപ്പോൾ എന്തൊക്കെ കമ്പി പുറത്ത് വരും, കമ്പിക്ക് ലോഡ് വരും, അത് ഒടിഞ്ഞു വീഴും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽ സ്ട്രോങ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി നഷ്ടപ്പെടും, ശരീരത്തിലെ എല്ലുകളെയും ജോയിൻറ്റുകളെയും ഒക്കെ ബാധിക്കും. അങ്ങനെ പലതരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ നമ്മുടെ മസിൽ എപ്പോഴും ശക്തിയാക്കി നിർത്തേണ്ടത്, സൈസാക്കി നിർത്തേണ്ടത്, നമ്മുടെ മനുഷ്യശരീരത്തിന് ആവശ്യമായ രൂപത്തിലും സൈസിലും നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബാഹ്യമായ ലുക്ക് അല്ല. പലപ്പോഴും ആളുകളുടെ വിചാരം ഈ ബാഹ്യമായി കാണുന്ന ഈ മസ്കുലർ ബോഡി ഇതാണ് ഒരു നല്ല ഇതൊന്നല്ല. ഉള്ളിൽ നമ്മുടെ മസിൽ, ഈ കാണുന്ന ഷോ ഓഫിനപ്പുറം നമ്മുടെ മസിൽ സിസ്റ്റം നല്ല ശക്തിയുള്ളതായിരിക്കണം. ചിലവരുടെ വിസിബിൾ ആയിരിക്കും, ചിലരുടെ വിസിബിൾ ആവണമെന്നില്ല. വിസിബിലിറ്റി അല്ല പ്രധാനം, അതിൻ്റെ ഘടനയും അതിൻ്റെ ശക്തിയുമാണ് പ്രധാനം. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു മനുഷ്യ ശരീരത്തിലെ കുറിച്ച് പറയുന്നത്, ഒരു മനുഷ്യൻ ന്യൂബോൺ ബേബിയായിട്ട് ജനിക്കുമ്പോൾ ആ മനുഷ്യ ശരീരത്തിൻ്റെ മസിലിൻ്റെ അനുപാതം, അതായത് ഇത്ര ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂബോൺ ബേബിയുടെ ശരീരത്തിൽ ഏകദേശം 25% മാത്രമാണ് മസിൽ ഉണ്ടാവുക, പേശികൾ ഉണ്ടാവുക. ബാക്കിയുള്ളത് ഫാറ്റും വെള്ളവും ബോണും ഒക്കെ ആയിരിക്കാം. കാരണം ആ കൊച്ചുകുട്ടി ആ സമയത്ത് മൊബിലിറ്റി നടക്കാൻ അത്ര ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ശരീരത്തിന് ആ സമയത്ത് ബ്രെയിൻ ഡെവലപ്മെൻറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഫാറ്റും കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് മസിലിനല്ല. ഈ കുട്ടി വളരാൻ തുടങ്ങി ഏകദേശം ഒരു 10-15 വയസ്സ് വരെയൊക്കെ വലിയ ഗ്രോത്ത് ഒന്നും മസിലിന് കാര്യമായിട്ട് ഉണ്ടാവില്ല. ഒരു 15 വയസ്സൊക്കെ കഴിഞ്ഞ ശേഷം പെട്ടെന്നാണ് മസിൽ സഡൻ ഗ്രോത്ത് ഉണ്ടാവും. നമുക്കറിയാം ആ സമയത്ത് ഹോർമോണുകൾ, പുരുഷനാണെങ്കിൽ പ്രത്യേകിച്ചും പുരുഷന്മാർക്കാണ് അത് കൂടുതൽ പ്രകടമാവുക.